സൂക്ഷിച്ചു. ചോക്ലേറ്റ് കഴിക്കുന്നു. അവന്റെ ഒരു ചോക്ലേറ്റ്. ഇനി ഈ സാധനം വീട്ടിനകത്ത് കെട്ടിപ്പോരുന്നു. മനസ്സിലായോ? വടാ മോളോട്ട്. ഇതിനും മാത്രം വലിച്ചു കയറ്റാൻ ഇവരെന്താ ഇത്രയും വലിയ മനോവിഷമം? എനിക്കെന്ത് മനോവിഷമം? അല്പം ഇംഗ്ലീഷ് ഇത്തിരി തൊലി എളുപ്പം കണ്ട ഭാസ്കരൻ മയങ്ങി വീഴുമെന്ന് വിചാരിച്ചോ? ആ അഹങ്കാരി. വെറുതെ അല്ല അവിടെ ചത്തുപോയ ഭർത്താവ് തിരിച്ചു വന്നത്. അവർക്ക് അങ്ങനെ തന്നെ വേണം. അയാൾ തിരിച്ചു വരികയെ കൂടെ പൊറുക്കേ കൂടെ ചാകേ എന്ത് വേണേലും ആയിക്കോട്ടെ. അതിന് എനിക്കെന്താ? എനിക്ക് കുടിക്കണമെന്ന് തോന്നി ഞാൻ കുടിച്ചു, അത്ര തന്നെ. നീയും കുടിക്കും. ഇനി എന്റെ മനോവിഷമത്തെ പറ്റി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ അതെ ആദി നീ അപ്പുറത്തേക്ക് പോയിക്കോ. ആദ്യം നിൽക്കടാ, അവൻ കുറച്ച് കാര്യങ്ങളിലൂടെ അറിയാനുണ്ട്. എന്റെ ഈ അച്ഛൻ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, ഞാൻ അച്ഛനാണെന്ന് പറയാൻ നിനക്ക് നാണക്കേടാണെന്ന്. പക്ഷെ നീ എനിക്ക് അഭിമാനമാണ്. നീ നിന്റെ അമ്മയുടെ സ്നേഹം അനുഭവിച്ചിട്ടില്ല, ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു ശതമാനം പോലും ഞാൻ അവൾക്ക് തിരിച്ചു കൊടുത്തിട്ടില്ല. എന്നിട്ടും അവൾ എന്നെ സ്നേഹിച്ചു. അവൾക്ക് കുട്ടികളുണ്ടാകാൻ പാടില്ലെന്ന് ഡോക്ടർമാര് പറഞ്ഞതാ. അവളത് മറച്ചു വെച്ചു എന്നോടുള്ള സ്നേഹം കൊണ്ട്. അവളുടെ ജീവനും കൂടെ നിനക്ക് തന്നിട്ട് അവള് പോയത്. ആ അവൾക്ക് കൊടുക്കാത്ത സ്നേഹം ഞാൻ വേറെ ഒരുത്തിക്കാൻ കൊടുക്കല. അതിനുള്ള അവകാശം മാത്രമാണ്. അവൻ എന്നെ അച്ഛാന്ന് വിളിക്കാൻ നാണക്കേടാണെങ്കിൽ വിളിക്കണ്ട. എന്ന് വെച്ചാൽ മകനല്ലാതാകുമൊന്നുമില്ല. ഇത്രയും കാലം നിന്നെയും കുഞ്ഞിനെയും തേടി വരാത്തതിന് അയാൾ എന്താ കാരണം പറയുന്നത്? നീ അവിടുന്ന് എല്ലാം വിട്ടിട്ട് ഇവിടെ വന്ന് ഒളിച്ചു താമസിച്ചത് കൊണ്ടാണെന്നോ? അല്ല. പിന്നെ അയാള് ജയിലിലായിരുന്നു. ഓ, അപ്പൊ അയാളുടെ പാസ്റ്റൊക്കെ മറന്നിട്ട് പുതിയൊരു മനുഷ്യനാവാനുള്ള ശ്രമത്തിലാണ്. അതൊന്നും എന്റെ ബോധറേഷൻ അല്ല. അയാളിൽ നിന്ന് എനിക്കും എന്റെ മോൾക്കും ലീഗൽ പ്രൊട്ടക്ഷൻ വേണം. അതിനയാള് ലീഗലി നിന്റെ ഹസ്ബൻഡും അല്ല, നീ അയാളുടെ വൈഫും അല്ല. നീ പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല. പിന്നെ അയാൾക്ക് ആകെയുള്ള ക്ലെയിം ശിവാനി അയാളുടെ മകളാണെന്നുള്ളതാ. അതിനയാള് കേസിന് പോട്ടെ, അത് നമുക്ക് അപ്പം നോക്കാം, അല്ലേ മോളെ? സഞ്ജയുടെ കോളാ. നേരം വെളുത്തിട്ട് ഇതിപ്പോ എത്രാമത്തെ കോളാന്നറിയോ? നീ എന്തിനാ കട്ട് ചെയ്യുന്നേ? അറ്റൻഡ് ചെയ്യ. അയാൾ എന്ത് പറഞ്ഞാലും പറ്റില്ല 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 എന്ന് മാത്രം പറഞ്ഞോണ്ടിരിക്കും. അയാളല്ലേ എടുത്തിട്ട് പറ്റില്ല എന്ന് പറ. ഹലോ. താങ്ക്സ് മാ. 1 സെക്കൻഡ്. ഹിമ, ഞാൻ സഞ്ജയുടെ മമ്മിയാണ്. ഹിമ സഞ്ജയുടെ അച്ഛനാണ്. എന്തൊരു ടോർച്ചറാണിത്. എല്ലാവരും കൂടി മാറി മാറി ഇങ്ങനെ. ഇതൊരുതരം ഇമോഷണൽ ബ്ലാക്ക്മെയിലിംഗ് ആണ്. നീ ഇങ്ങനെ സിംഗിൾ ആയിട്ടിരിക്കുന്നതുകൊണ്ട് അവർക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. അതില്ലാണ്ടാവണമെങ്കിൽ ബെറ്റർ യു ഗെറ്റ് മാരീഡ്. വിവാഹം കഴിഞ്ഞാ നിന്നെ ഇങ്ങനെ വിളിച്ച് ശല്യം ചെയ്യാനോ നിന്റെ അടുത്തേക്ക് വരാനോ ആർക്കും കഴിയില്ല. അതൊന്നും വേണ്ട. ഈ പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞ എന്റെ ജീവിതത്തിലേക്ക് ഇനി ആര് വരാനാ? അങ്ങനെ വരാൻ ഒരാൾ ഉണ്ടെങ്കിലോ? ആര്? എന്റെ ഈ പ്രശ്നങ്ങളൊക്കെ ആരാ വലിച്ച് തലയിൽ വെക്കണേ? അതൊക്കെ വലിച്ച് തലയിൽ വെക്കാൻ ഇഷ്ടമുള്ള ആളാണെങ്കിലോ? നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? അങ്ങനെ ഒരാളുണ്ട് ആന്റി, ആര്യയുടെ പപ്പ. മമ്മി ഇഷ്ടാണ്, മമ്മിയുടെ എല്ലാ കാര്യം അറിയുകയും ചെയ്യാം. അതാ ഭാസ്കർ മുതലാളിയല്ലേ? അയാളാണെങ്കിൽ നിനക്കൊന്നും പേടിക്കാൻ വേണ്ട, എല്ലാം അയാൾ നോക്കിക്കോളും. നിനക്ക് എന്താ രസ്യ? ഒരു ഭാസ്കര മുതലാളി. മമ്മി, പപ്പയ്ക്ക് എന്തോ ഒരു കുഴപ്പം? അവിടെ ഇങ്ങനെ പോയി ഇരിക്കുന്നുണ്ടോ നീ? ചെറിയ വായില് വലിയ വർത്താനം പറഞ്ഞോണ്ട്. അല്ല, അവള് പറഞ്ഞതിലും കാര്യമുണ്ട്. അയാള് ഇപ്പൊ ഉള്ള പ്രോബ്ലംസ് ഒന്നും പോരെ എനിക്ക്. ഇനി അയാൾ ഉണ്ടാക്കുന്നതും കൂടെ അനുഭവിക്കണം ഞാൻ. ശിവാനി. എന്താ മമ്മി? ആദ്യം അപ്പൂപ്പനും വന്നിട്ടുണ്ട്. ഹിമയുടെ ഇപ്പോഴത്തെ അവസ്ഥയെ മുതലെടുക്കുകയാണെന്നോ ഒരു ഹെൽപ്പ് ഓഫർ ചെയ്യുകയാണെന്നോ വിചാരിക്കരുത്. ഈ വിവാഹാലോചനയിൽ എന്റെ ഒരു ആഗ്രഹവും സ്വാർത്ഥതയും കൂടി ഉണ്ടെന്ന് കൂട്ടിക്കോളൂ. എന്റെ മോന്റെ കൂടെ നിന്നെപ്പോലൊരു പെൺകുട്ടിയെ കാണാനാണ് ഞാൻ ആഗ്രഹിച്ചത്. അതിന് ഇപ്പോൾ ഒരു സന്ദർഭം വന്നു പറഞ്ഞു. ഇല്ല അങ്കിൾ, ഇനിയൊരാളെ വിവാഹം കഴിക്കുക, കൂടെ ജീവിക്കുക, അതൊന്നും എനിക്കിനി ചിന്തിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. എന്റെ മോൾ, അവളുടെ ഫ്യൂച്ചർ,
ഇനി അത് മാത്രമേ ഉള്ളൂ എന്റെ മുന്നിൽ. ഈ കുഞ്ഞിന്റെ ഭാവിയാണ് നിന്റെ കൺസേണെങ്കിൽ അവൾക്ക് വേണ്ടി ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യമല്ലേ ഇത്? ഭാസ്കരനെ കുഞ്ഞിനെ വലിയ കാര്യമാണ്, അതുപോലെ തന്നെ അവൾക്ക് അങ്ങോട്ടും. അതെനിക്കറിയാം അങ്കിൾ, എന്നാലും ശരിയാവില്ല. ഓക്കെ, അല്ലെങ്കിലും ഒരച്ഛനും മക്കളുടെ കുറ്റവും കുറവും മനസ്സിലാക്കാനാവില്ല. അവൻ വെറും 10ാം ക്ലാസ്സുകാരൻ, കൾച്ചറില്ലാത്ത തല്ലിപ്പൊളിയായി നടക്കുന്നവൻ. നിനക്കവൻ മാച്ചാവില്ല എന്ന് ചിന്തിക്കാനുള്ള വകതിരിവ് എനിക്കില്ലാണ്ട് പോയി. ഐ എം സോറി. അയ്യോ, അങ്ങനെയൊന്നും പറയരുത് അങ്കിൾ. ഈ കാരണം കൊണ്ടൊന്നുമല്ല ഞാൻ നോ പറയുന്നത്. എനിക്കിനിയൊരു വിവാഹമില്ല, നിർബന്ധിക്കരുത് പ്ലീസ്. ഇനി ഞാൻ നിർബന്ധിക്കുന്നില്ല, ഞങ്ങൾ ഇറങ്ങട്ടെ. ഞാനാ അപ്പൂപ്പനെ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുവന്നത്. അപ്പ ഇതൊന്നും അറിഞ്ഞിട്ട് പോലുമില്ല. എനിക്ക് മമ്മിയോടുള്ള ഇഷ്ടം കൊണ്ട് ചെയ്തു പോയതാ. അത് മമ്മിക്ക് ഇത്രയും വേദന ഉണ്ടാക്കുന്ന കാര്യമാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഐ എം റിയലി സോറി. സമ്മതിച്ചു. പപ്പയെ കല്യാണം കഴിക്കാൻ മമ്മി സമ്മതിച്ചു. വാ വാ അപ്പൂപ്പനോട് പറയാം. എന്നെ കല്യാണം കഴിക്കാൻ സമ്മതമാണെന്ന് പറയാൻ അവളാര്? അവളെ കല്യാണം കഴിക്കാൻ എനിക്ക് സമ്മതമാണെന്നല്ലേ അച്ഛൻ ചോദിക്കേണ്ടത്? എന്നാൽ ഇപ്പോ ചോദിക്കുന്നു, നിനക്ക് സമ്മതമാണോ? സമ്മതമല്ല. ഞാൻ അച്ഛനോട് പറഞ്ഞു അവളെ പോയി കല്യാണം ആലോചിക്കാൻ. നീ പറഞ്ഞിട്ടാണോ പണ്ട് നിനക്ക് വേണ്ടി ഒരു പെണ്ണിനെ കണ്ടുപിടിച്ച് കല്യാണം നടത്തിയത്? അതുപോലെ തന്നെ ഇതും. അതുപോലെയാണ് ഇതെന്ന് മാത്രം പറയരുത്. ഇത് അഹങ്കാരത്തിന് കണ്ണുമുക്കും വെച്ചവളാ. കാണാൻ കൊള്ളാവുന്നതുകൊണ്ട് മാത്രം കാര്യമില്ല, സ്വഭാവം കൂടെ നന്നാവണം. നീ അത്ര ഡീസന്റ് ഒന്നും അല്ലല്ലോ. ഞാൻ തല്ലിപ്പൊളിയാ, നമ്മൾ വിട്ടേക്ക്. ഗുഡ് മോർണിംഗ് പപ്പ. ഗുഡ് മോർണിംഗ്. ഓഹോ, അപ്പൊ ഇതെല്ലാരും കൂടെ ഉള്ളൊരു ഗൂഢാലോചന ആയിരുന്നല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ആലോചന അങ്ങ് വേണ്ടെന്ന് വെച്ചേക്കാം. അതാ നല്ലത്. അങ്ങനെ പെട്ടെന്നൊന്നും വേണ്ടെന്ന് വെക്കണ്ട, ഞാനൊന്ന് ആലോചിക്കട്ടെ. ഇനി എന്താ ആലോചിക്കാൻ? നിനക്ക് അവളെ ഇഷ്ടമല്ലെന്നല്ലേ പറഞ്ഞത്? അവളോടൊരു വാക്ക് പോലും സംസാരിക്കാതെ നമ്മൾ എങ്ങനെയാ പറയുന്നത് അവളോട് ഇഷ്ടമാണോ അല്ലയോ എന്ന്? അതുകൊണ്ട് ഞാൻ അവളോടൊന്ന് സംസാരിക്കട്ടെ, എന്നിട്ട് ഞാൻ തീരുമാനിക്കും അവളെ കെട്ടണം വേണ്ടത്. ഓക്കെ? എടാ ആദി, ഇത് ഒരു നടക്ക് പോകൂല. ആ അപ്പൂപ്പ, ഇത് പപ്പ ജാട ഇറക്കുന്നതാ. ഇപ്പൊ മമ്മി വന്ന് മിണ്ടണം പോലും. എന്തിന്? എടാ പപ്പ പറയുന്നതും ശരിയല്ലേ. ഇന്ന് വരെ മമ്മി മര്യാദക്ക് ബിഹേവ് ചെയ്തിട്ടുണ്ടോ? അവര് തമ്മിൽ സംസാരിക്കട്ടെടാ. എന്നിട്ട് വേണം എല്ലാം കൊളാവാൻ. മാരേജ് ചെയ്യേണ്ടവർ ലൈഫ് ലോങ് മിണ്ടിക്കോട്ടെ. അപ്പൂപ്പ ഇതിനിങ്ങനെയൊക്കെ പറയും. മമ്മി വന്ന് പപ്പയോട് സംസാരിക്കും. ഞാൻ വിളിച്ചോണ്ട് വരാം മമ്മിയെ. ചന്ദ്രകുറി, ഗുഡ് മോർണിംഗ്. മാഡം ഡ്രസ്സൊക്കെ എക്സ്ക്യൂസ് മീ, ഇത് മിസ്റ്റർ ഭാസ്കറിന്റെ ഷോപ്പാണോ? അതെ. മുതലാളിക്ക് ടെൻഷൻ അല്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം. പറ. നമ്മുടെ അബ്ദുൾ റസാഖേ ഇപ്പൊ ഗുസ്തി മത്സരത്തിനൊക്കെ പോണ്ട്. വെറുതെ ഇരുന്നിട്ട് അവന്റെ ശരീരം തുരുമ്പ് പിടിക്കണെന്ന്. അത് മാത്രമല്ല, രാവിലെ എണീറ്റ് ആരെങ്കിലും കൈവച്ചില്ലെങ്കിൽ അവന്റെ കൈക്ക് ഭയങ്കര ഷിവറാണെന്ന്. ഇനിയിപ്പോ വല്ല ധ്യാനത്തിനും കൊണ്ടോണ്ടി വരുവോ? എന്തിന്? അല്ല, സാധാരണ വെള്ളടിച്ച് കൈ വറക്കണവർ ധ്യാനത്തിന് കൊണ്ടാണ് രക്ഷപ്പെടുന്നത്. നമുക്ക് ആ വഴിക്കൊന്ന് ചിന്തിച്ചാൽ. ഞാൻ ഡീസന്റ് ആവില്ല, നിങ്ങളും ഡീസന്റ് ആവണം. നമ്മൾ ഇനി അടിപിടി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല. മുതലാളി, പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാനാണ് നമ്മൾ അടിക്കുന്നത്. നമ്മൾ അടിപിടി ഉണ്ടാക്കി പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്നില്ല, നമ്മൾ ഡീസന്റ് ആയി. അയ്യേ, ഇത് നമ്മൾ ഡീസന്റ് ആയെന്ന് ആരും പറയില്ലട്ടാ. പേടിത്തൂരിന്നേ പറയുള്ളൂ. എന്നെ പേടിത്തൂരിന്ന് വിളിച്ചാൻ ക്ഷമിക്കും, പക്ഷെ മുതലാളിനെ വിളിച്ചാ ഇടിച്ചവന്റെ പരിപ്പിളക്കും. അതായത് മുതലാളി ഇടിക്കും, പരിപ്പ് ഞങ്ങൾ ഇളക്കും. ഹലോ, മുതലാളിയെ കാണാൻ വന്നല്ലേ? വേഗം കൂട്ടിക്കൊണ്ടാ മോളോട്. ഓക്കെ മുതലാളി. ഒരു ഗസ്റ്റ് വരുന്നു. ആയിക്കോട്ടെ. കുറച്ചു നേരത്തേക്ക് നിന്റെ ഈ ചീഞ്ഞ വർത്തമാനായിട്ട് ഇവിടെ നിൽക്കണ്ട, പോയിക്കോ. പിന്നെ ആരെയും ഇങ്ങോട്ട് കടത്തിവിടണ്ട. ഓക്കെ മുതലാളി. ഞാൻ പോവണ്ടല്ലേ? ഞാനിവിടെ നിന്നോളാം. എടാ, പെട്ടി ഇവിടെ വെക്കണം. ഓഹോ, ഞാൻ മാത്രം പുറത്തു പോയാൽ മതിയല്ലേ? ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. സാർ അകത്തുണ്ട്. ഇവരുന്ന ഗസ്റ്റ്. അപ്പൊ അവര് ഡോറടഞ്ഞു കിടക്കട്ടെ. ഹലോ. യെസ്. സോറി, ഒന്നും മനഃപൂർവ്വമല്ലായിരുന്നു. അയ്യോ, ഞാൻ അതൊന്നും പറയാൻ വന്നതല്ല. ഞാനിവിടെ ഷോപ്പിങ്ങിന് മിക്കവാറും വരാറുണ്ട്. എന്നാണ് അറിഞ്ഞത് സാറിന്റെ ഷോപ്പാണെന്ന്? കുടിക്കാൻ? നോ താങ്ക്സ്,
എനിക്ക് ഷൂട്ടുണ്ട്. ഐ ഹാവ് ടു ആക്ച്വലി ഗോ നൗ. പിന്നെ കാണാം. ഞാൻ കൊണ്ടുവിടാം. എന്തായാലും വീണ്ടും കാണാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇനി വരുമ്പോ കാണാം. ശരി, താങ്ക്സ്. താങ്ക് യു. ബൈ സർ. വാ കേറ്. കേറല്ലേ പറഞ്ഞ. ഒക്കത്തിരുന്ന പോവുകയും ചെയ്ത് ഉത്തരത്തിരുന്ന കിട്ടിയില്ല. അങ്ങനെ ഒരു പഴഞ്ചൊല്ലുണ്ട്.